നെല്ലിക്ക വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനായും തന്നെ ഇതാ നെല്ലിക്ക 1 കിലോ നെല്ലിക്ക ഉണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരണം. കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അച്ചാറിനെല്ലാം ഉപയോഗിക്കുന്ന എണ്ണ. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ശരിക്കും ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്താ നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ അത് പെട്ടെന്ന് അതിലേക്ക് ഉപ്പും മുളകെല്ലാം പിടിക്കും. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ നെല്ലിക്ക കൂടെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ശരിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേകാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. നെല്ലിക്ക ശരിക്കും ഒന്ന് വാടി വെന്ത് കിട്ടാനായിട്ട് ഇത് ചെറിയ ചൂടിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നെല്ലിക്ക ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോൾ നെല്ലിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നെല്ലിക്ക ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നെല്ലിക്ക ശരിക്കും നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, അതിന് ശേഷം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കളറിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നെല്ലിക്ക ശരിക്കും ഫുള്ള് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടി ചെറിയ ചൂടിലൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് 2-3 മിനിറ്റിനുള്ളിൽ പിന്നെ ശരിക്കും നെല്ലിക്ക നല്ലപോലെ വെന്ത് കിട്ടും. നെല്ലിക്ക ഇപ്പോൾ ശരിക്കും ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നെല്ലിക്ക നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടയ്ക്കുകയാണെന്ന് ചൂടാറിയിട്ട് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുരുവെല്ലാം എടുത്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഇങ്ങനെ ഓരോ നെല്ലിക്ക ഉടച്ചു കൊടുത്താൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉപ്പ് കുരുവെല്ലാം പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.